ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ചോറിന് കൂട്ടാനായിട്ട് ഒരു അടിപൊളി തക്കാളിക്കക്കറി ഉണ്ടാക്കിയാലോ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടി നമ്മൾ പറമ്പിൽ പോയിട്ട് തക്കാളി ചെടിയിൽ നിന്ന് ഒരു 3-4 പഴുത്ത തക്കാളിക്ക പറിച്ചെടുക്കുക കേട്ടോ. തക്കാളിക്കായും അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി പൊളിച്ചതും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കറി വെക്കാനുള്ള ചട്ടിയിലോട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിരിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തതിന് മുകളിൽ തൂളി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും തൂളി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടുക്കിക്കാരായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എല്ലാം നല്ല കട്ട പിടിച്ചാട്ടോ ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുഴച്ച് എടുക്കണം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിത് അടുപ്പിൽ വേവിക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. അന്നേരം അതിന് ആവശ്യത്തിനുള്ള ഉപ്പായിക്കോളും. വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടി കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ട് വെന്ത തക്കാളിക്കകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഒരുപാട് സമയത്ത് ഇളക്കിക്കൊണ്ടിരിക്കില്ലേ, കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. ഒത്തിരി കിടന്ന് തിളയ്ക്കുകയും ചെയ്യരുത്. പയ്യെ അങ്ങ് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ തന്നെ കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടുക് താളിച്ചൊഴിക്കാനുണ്ട്. ഒരു ചെറിയ പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ചുമന്നുള്ളിയും കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചുമന്നുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ട് നല്ല ബ്രൗൺ കളറാക്കിയ ശേഷം ഈ കടുക് ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് ഒഴിച്ച് കഴിഞ്ഞ് ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും സൂപ്പർ തക്കാളിക്കക്കറി ആകുമേ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. എത്ര തക്കാളി ഇഷ്ടമല്ലാത്തവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുടെ വീണ്ടും